സുഖമായിട്ട് പോയി. അതായത് ഏറ്റവും വലിയ കുഴപ്പമില്ലാതെ സേഫായി ഹെൽത്തിയായി തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവൻ്റെ വീട്ടുകാർ 3 മാസത്തേക്ക് US പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്ന സമയത്ത് 2-3 ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവൻ്റെ വീട്ടുകാരാണ് എല്ലാം. അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവന് ഇതുവരെ വീടൊന്നും വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ അവനെ സ്നേഹിച്ച് അവനെ ഏറ്റവും കംഫർട്ടബിളാക്കി അവനെ ഹാപ്പിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരട്ടി സ്നേഹം എനിക്ക് തിരിച്ച് തന്നിട്ടാണ് ഇപ്പോൾ അവൻ തിരിച്ച് പോയിട്ടുള്ളത് കേട്ടോ അവൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ അവന് ചെറിയൊരു ബഹളം പോലും പേടിയാണ്. ഈ അടയ്ക്കൊക്കെ വീഴുമ്പോൾ, കടവാതിൽ വന്ന് പറിച്ചിടുമ്പം, ഷീറ്റിൽ വന്ന് വീഴുമ്പോൾ വലിയ സൗണ്ടൊക്കെ അവന് ഭയങ്കര പേടി കേട്ടോ. അങ്ങനെ അവന് വേണ്ടി ഞാൻ അതൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടക്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിലായിരുന്നു റൂംസ് ആൻഡ് റാക്സിൻ്റെ വണ്ടിയിൽ അവൻ തിരിച്ച് വീട്ടിൽ പോയത്. ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് അവൻ്റെ വീട്ടുകാർ എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് പാവം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. US കൊണ്ടുവന്ന ഒരു ചെറിയ പൊതി എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂടെ തിരിച്ച് ഒരു അടുത്ത വരവിനായി ഞാനും വെയിറ്റ് ചെയ്യാണ്.